രണ്ട് രീതിയിലെ കസ്റ്റമേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹൈ പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സും പിന്നെ ലോ പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സും. സിഗരറ്റിൻ്റെ മേളിൽ ഇത് ഹാനികരമാണെന്ന് എഴുതി വെച്ചെങ്കിൽ പോലും അത് വലിക്കേണ്ടവർ വലിക്കുന്നുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞാൽ മന്തിയെ ഒന്നും റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നും മന്തിക്ക് സിഗ്നിഫിക്കൻസ്. നമ്മുടെ നിവിൻ പോളി ആണെങ്കിലും പിന്നെ തമിഴ് സിനിമയിലെ വിജയ് സേതുപതിയൊക്കെ പറയുന്നത് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫ്ലേവർ ഫൈൻസ്. ഇന്നൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 70% ആൾക്കാരും ഈ ഹെൽത്തി ഫുഡ് എന്നുള്ള കോൺസെപ്റ്റിനപ്പുറം അഫോർഡബിലിറ്റി അല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, ഈ 70% എന്നുള്ളത് എവിടെ നിന്ന് കിട്ടി? ഭൂരിഭാഗം എന്നുള്ളതല്ലേ ഉദ്ദേശിച്ചത്? അതെ, രണ്ട് രീതിയിലെ കസ്റ്റമേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഹൈ പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സും പിന്നെ ലോ പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സും. ഇതിൽ അഫോർഡബിലിറ്റി കൂടുതലും നോക്കുന്നത് ലോ പർച്ചേസിങ് പവറുള്ള ലിമിറ്റഡ് ഫണ്ട് എക്സ്പെൻസ് ചെയ്യാവുന്ന ഒരു ടൈം പീരീഡിൽ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഈ അഫോർഡബിലിറ്റി നോക്കി ചെയ്യുന്നത്. പിന്നെ ഹൈ പർച്ചേസിങ് പവറുള്ള കസ്റ്റമേഴ്സ് അവർ രണ്ട് ഫാക്ടേഴ്സിലാണ് പർച്ചേസിങ് ഡിസിഷൻ ചെയ്യുന്നത്. ഒന്ന് ചോയ്സ്, അവർക്ക് എക്സാക്ട്ലി എന്ത് വേണം, അത്. രണ്ട് കൺവീനിയൻസ് വെച്ചാൽ ഒരു ലിമിറ്റഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ ഇവർക്ക് ഇന്ന ടൈമിനുള്ളിൽ ഇവർക്ക് ഫുഡിലോട്ട് റീച്ച് ചെയ്യാനോ അല്ലെ ഫുഡ് ഇവരെ റീച്ച് ചെയ്യാനോ ഒരു ടൈമുണ്ട്. ഈ ഹങ്കർ ഫാക്ടർ ഉണ്ട്. അപ്പം ആ കൺവീനിയൻസും പിന്നെ അവരുടെ ചോയ്സുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പം എല്ലാവരും അഫോർഡബിലിറ്റി നോക്കുന്നതല്ല. ഇതിലെ ഒരു പ്രീമിയം ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ 70-30 എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലോവർ പെർസെൻറ്റേജ് ആയിരിക്കാം. പക്ഷെ ചിലപ്പോൾ അത് ഓവറോൾ മാർക്കറ്റ് ഷെയർ എടുത്ത് നോക്കുമ്പോഴത്തേക്കും കൂടുതൽ റവന്യൂ ചിലപ്പം ആ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്, ആ കസ്റ്റമേഴ്സ് ആയിരിക്കും കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്നത്. അതെ, ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഒരു മന്തി ഉള്ള ഒരു റെസ്റ്റോറൻറ്റിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. വെൻ കൺസിഡേർഡ് നമ്മളൊരു സാലഡൊക്കെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മന്തിക്കടയ്ക്ക് ആയിരിക്കില്ലേ കുറച്ചുകൂടി അധികം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നമുക്ക് അങ്ങനെ ഒരു ഡെഫിനിഷനിലോട്ട് എത്താൻ പറ്റത്തില്ല. കാരണം ഞാൻ പറയാം, മന്തി തന്നെ ഏറ്റവും ലോക്കലായിട്ട് ഒരു ബ്രാൻഡ് ചെയ്ത് സെർവ് ചെയ്യാം, ഏറ്റവും പ്രീമിയം ആയിട്ട് ബ്രാൻഡ് ചെയ്തും സെർവ് ചെയ്യാം. അപ്പം രണ്ടുപേരുടെയും മാർജിൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ ലാഭം പ്രീമിയം ആയിട്ട് ചെയ്യുന്നവർക്ക് കിട്ടും. അതെ. ഇനി ഇതിൻ്റെ വേറൊരു കോമ്പിനേഷൻ ഉണ്ടോ? ഇനി ഒരു പ്രൈസ് ലിമിറ്റിൽ വരുമ്പോഴത്തേക്കും കൂടുതൽ വോളിയൂംസ് ചെയ്യും. അപ്പം ഈ മാർജിൻസ് ഇൻറ്റു വോളിയം എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് ഒരു കറക്റ്റ് ഒരു പ്രൈസിങ് ഇടുന്നവർ, അവരാണ് ഏറ്റവും ബിസിനസ് ചെയ്യുന്നത്. ഏറ്റവും പ്രീമിയം ചെയ്യുന്നവരുമല്ല, ഏറ്റവും ലോക്കൽ ചെയ്യുന്നവരുമല്ല. അവിടെ പർച്ചേസിങ് പവർ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഒരു ഇന്ന കാശിനുള്ളിൽ വന്നാൽ വാങ്ങിക്കാൻ സാധ്യതയുള്ള ആ പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും വലിയ ബിസിനസ് കിട്ടുന്നത്. പിന്നെ ഇതേ കേസ് തന്നെയാണ് സാലഡ് ബാറിന്. പക്ഷേ സാലഡ് ബാർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ഈ ഹെൽത്ത് ചോയ്സ് വരും, അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അവർ മാത്രമേ ഇത് പർച്ചേസ് ചെയ്തു. ഭയങ്കര നിഷ് സെഗ്മെൻ്റ് ആണ്. പക്ഷെ മന്തി അങ്ങനെയല്ല, വളരെ ചെറിയ കുട്ടികളും എല്ലാവരും കഴിക്കുന്നതാണ്. അതെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും റീൽസിലാണെങ്കിലും ജിം ബ്രോസ് ആണ് എല്ലാവരും ആവാൻ ശ്രമിക്കുന്നത്. സോ ഡെയിലി നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പ്രോട്ടീൻ ഇൻടേക്ക്, കാലറി ഇൻടേക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ശ്രദ്ധിക്കാൻ കൂടുതൽ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ട് സാലഡൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കുക്കിങ്ങിലാണെങ്കിലും റൈസിൻ്റെ അളവ് കുറയുന്നു, ചിക്കൻ കൂടുതൽ വാങ്ങിക്കുന്നു ഫോർ പ്രോട്ടീൻ, അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ റെസ്റ്റോറൻറ്റ്സിലേക്ക് പോകുന്നതും ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നതും കുറഞ്ഞു വരുന്നില്ലേ അളവ്. സോ ഇൻ ദ ഫ്യൂച്ചർ റെസ്റ്റോറൻറ്റ്സിന് അതൊരു അടിയായി മാറുമോ? ഒരിക്കലും ഇല്ല. സിഗരറ്റിൻ്റെ മേളിൽ ഇത് ഹാനികരമാണെന്ന് എഴുതി വെച്ചെങ്കിൽ പോലും അത് വലിക്കേണ്ടവർ വലിക്കുന്നുണ്ട്. അതിൻ്റെ അളവ് കുറയ്ക്കും, അതിൻ്റെ സൈക്കിൾ കുറച്ചാലും അവർ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ടൈമിലൊക്കെ ഇത് വലിക്കും. ഇതേപോലെ തന്നെയാണ് ടേസ്റ്റി ഫുഡിൻ്റെ കാര്യവും. ഇവർ ടേസ്റ്റി ഫുഡ് ഹെൽത്തി അല്ലെങ്കിൽ ഇവർക്ക് അത് ആഗ്രഹം തോന്നുന്ന ഏതെങ്കിലും ടൈമിലൊക്കെ അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അളവ് കുറയുമായിരിക്കാം. പിന്നെ ഇത് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള സാലഡ് ബാർസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരികയും ചെയ്യും. ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫുഡുകളും നമ്മൾ അതിൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ്സിനെ തന്നെ അതിൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല റെസ്റ്റോറൻറ്റ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു നല്ലൊരു തീരുമാനമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, മന്തിക്കും ബിരിയാണിക്കും ഹെൽത്തി എന്താ ഓപ്ഷൻ, ഓൾട്ടർനേറ്റ്? മന്തിക്കും ബിരിയാണിക്കും വലിയ ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഇല്ല. മന്തിയുടെ റൈസ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അളവ് കുറയ്ക്കാം. നമ്മൾ പൊതുവേ മന്തി ഓർഡർ ചെയ്യുമ്പം ഓക്കെ, അപ്പോഴേ അളവ് കുറയ്ക്കത്തുള്ളൂ, ഓൾട്ടർനേറ്റ് ഇല്ല. ഓൾട്ടർനേറ്റ് ഇല്ല. ഓക്കെ, നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാം, കാലറീസ് കുറയ്ക്കാം. ഈവൻ ഹെൽത്തി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ റൈസ് കുറവും മീറ്റ് കൂടുതലുമായിട്ടുള്ള വേണമെങ്കിൽ ഒരു മെനുവിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് റൈസ് ബൗൾസ് ഒക്കെ പോലെ മന്തി കുറച്ചും ആ, ചിക്കൻ കൂടുതലും എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരാം. നമ്മുടെ സിനിമ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും വളരെയധികം ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങിലൊക്കെ കോൺഷ്യസ് ആവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈ ഡയറ്റ് ഇവരെവിടെയും പറയുന്നുമില്ല അല്ലേ? സോ ഇതുപോലത്തെ ഒരു സെലിബ്രിറ്റി ഫുഡ് കൾച്ചർ നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റ്സിന് ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റാൻ പറ്റുമോ? സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് ഏത് ഇൻഡസ്ട്രിയിലും ഹെൽപ്ഫുള്ളാണ്. ഒരു സെലിബ്രിറ്റി വന്നാൽ ഞാനിതാ കഴിക്കുന്നത്, അല്ലെ എൻ്റെ ഫുഡ് കൾച്ചർ ഇതാണ്, ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ ആഹാരമാണ് കഴിക്കുന്നത്, അല്ലെ ഒരു പാക്ഡ് ഫുഡാണ് കഴിക്കുന്നതെന്ന് പറയുമ്പം അത് ട്രൈ ചെയ്ത് നോക്കാനും ഈ സെലിബ്രിറ്റി കഴിക്കുന്നത് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ് കഴിക്കാനും പല ആൾക്കാരും കാണും. അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഈ സെലിബ്രിറ്റീസ് എല്ലാം ഒരു ഹെൽത്തി ഫുഡ് ഡയറ്റ് ആണെന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ്, അതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. കാരണം ചില വേറെ ഇൻ്റർവ്യൂവിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നിവിൻ പോളി ആണെങ്കിലും പിന്നെ തമിഴ് സിനിമയിലെ വിജയ് സേതുപതിയൊക്കെ പറയുന്നത് അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഫുഡാണ്. അപ്പം അവർക്ക് ഇഷ്ടമുള്ളതൊന്ന് കഴിച്ചെങ്കിലേ അവർക്ക് നന്നായി കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള അവരുടെ ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം അതിൽ ഇപ്പോൾ ബോളിവുഡ് പടങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് ഈ സിക്സ് പാക്ക് ഇതിലൊക്കെ ഹീറോ എന്ന് പറഞ്ഞാൽ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും. പക്ഷേ വേറെ ഇപ്പോൾ പല ഇൻഡസ്ട്രീസിലും റിയാലിറ്റിയിലോട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അതിൽ ചിലപ്പം നായകൻ ചിലപ്പോൾ വണ്ണമുള്ള ഒരാളായിരിക്കും. തടിയാന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് അത് നായകൻ വണ്ണമുള്ള ഒരാളാണ്. അത് ഈ വണ്ണമുള്ള ശേഖറിനെയാണ് യൂസ് ചെയ്തത്. പണ്ട് മോഹൻലാലിൻ്റെ അങ്കിൾ ബട്ട്, അന്ന് മോഹൻലാൽ പിന്നെ പഞ്ഞിയൊക്കെ വെച്ചാന്ന് തോന്നുന്നു, എന്തോ പ്രോസ്തറ്റിക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹോളിവുഡിലും എല്ലാം ഈ മെലിയുകയും വണ്ണം വെക്കുകയൊക്കെ ചെയ്ത് അഭിനയിക്കുന്നവരെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ക്യാരക്ടർ അനുസരിച്ചാണ് ഈ ഹെൽത്തി ഡയറ്റും അൺഹെൽത്തി ഡയറ്റൊക്കെ വരുന്നത്. ചിലർ സിനിമയോട് അത്ര സ്നേഹമൊക്കെ ഉള്ളവർ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുത്ത് ക്യാരക്ടറിന് വേണ്ടിയുള്ള രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാറുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ബിരിയാണി ഓർ മന്തി. സോ ഈ ബിരിയാണി ഓർ മന്തി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന് ഇപ്പോൾ 80% ഓഫ് ആൾക്കാരും മന്തി എന്നായിരിക്കും പറയുക. സോ ഒരു 10 വർഷം മുന്നോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ മന്തി എന്ന് പറഞ്ഞ ഫുഡിനെ റീപ്ലേസ് ചെയ്യാൻ വേറൊരു ഫുഡ് വരുന്ന സാറിന് തോന്നുന്നുണ്ടോ? ഈ 20% ആൾക്കാരിലുള്ളതാണ് ഞാൻ ബിരിയാണി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ബിരിയാണിയെ മന്തി റീപ്ലേസ് ചെയ്തിട്ടില്ല. ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ ബിരിയാണി തന്നെയാണ് കഴിക്കുന്നത്. മന്തി എന്ന കാറ്റഗറിയിൽ പുതിയ കുറേ കസ്റ്റമേഴ്സിനെ വരുത്തിയിട്ടുണ്ട്. അത് കൂടുതലും യങ്ങർ ജനറേഷനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഒരു 10 വർഷം കഴിഞ്ഞാൽ മന്തിയെ ഒന്നും റീപ്ലേസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നും മന്തിക്ക് സിഗ്നിഫിക്കൻസ് ആണ്, അന്നും ബിരിയാണിക്കും സിഗ്നിഫിക്കൻസ് ആണ്. ബിരിയാണിക്ക് ബിരിയാണിയുടേതായ സിഗ്നിഫിക്കൻസും മന്തിക്ക് മന്തിയുടേതായ സിഗ്നിഫിക്കൻസും. ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്. അതെ, അതനുസരിച്ച് വരുമാനം കൂടുന്നുണ്ട്. പലരും കൂടുതൽ പർച്ചേസിങ് പവറിലോട്ട് എത്തുന്നുണ്ട്. അപ്പം അവരൊക്കെ ഐദർ ബിരിയാണി അല്ലെ മന്തി അവർക്ക് ഇഷ്ടമുള്ള ചോയ്സുള്ള ഫുഡിലോട്ട് അവർ സെലക്ട് ചെയ്യും. ഞാനൊരു കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് എനിക്കെന്നും ബിരിയാണി തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. ഞാൻ ബിരിയാണി എന്തുകൊണ്ട് കഴിക്കുന്നത് പറഞ്ഞാൽ മന്തി എവിടെ ചെന്നാലും ഓൾമോസ്റ്റ് സിമിലർ കൈൻഡ് ഓഫ് റെസിപ്പിയാണ്. അതെ, ബിരിയാണി പലയിടത്തും പല ടേസ്റ്റാണ്. അത് പല രീതിയിലുള്ള തലശ്ശേരി, കോഴിക്കോട്, തമിഴ്നാട്, ആമ്പൂർ. അപ്പം എപ്പോഴും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ബിരിയാണി കഴിക്കും. ബിരിയാണി ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. സോ ഇപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ സാറ് പറഞ്ഞ പോലെ ഈ ടാർഗറ്റ് ഓഡിയൻസ് എപ്പോഴും യങ്സ്റ്റേഴ്സാണ്, അധികവും യങ്സ്റ്റേഴ്സായി മാറുന്നുണ്ട്. ഇതല്ലാതെ നമ്മൾ ഈ യങ്സ്റ്റേഴ്സ് അല്ലാത്തൊരു ഏജ് കാറ്റഗറീനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? മെയിൻലി മജോറിറ്റി യങ്സ്റ്റേഴ്സ് ആണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നില്ലേ. ശരിക്ക് യങ്സ്റ്റേഴ്സ് പോലെ തന്നെ ഫാമിലി കസ്റ്റമേഴ്സും ഒരു വലിയ ഷെയർ ഉണ്ട്.
ഈവൻ ബില്ലിംഗ് സൈസ് നോക്കിയാലും ഫാമിലി കസ്റ്റമേഴ്സാണ് കൂടുതൽ. കൂടുതലുണ്ടാവും. നമുക്ക് ഏറ്റവും പ്രയോജനം വരുന്ന കസ്റ്റമേഴ്സും ഈ ഫാമിലി കസ്റ്റമേഴ്സാണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് ബഡ്ജറ്റ് ലിമിറ്റഡ് ആയിരിക്കും. അവരെന്തെങ്കിലും ഫ്രഞ്ച് ഫ്രൈസോ നാരങ്ങാവെള്ളമോ ഒക്കെ പറഞ്ഞ് കൂടുതൽ സമയം ആ ടേബിൾ യൂട്ടിലൈസ് ചെയ്യും. വേറൊരു കസ്റ്റമറിനെ റീപ്ലേസ് ചെയ്തിരിക്കാൻ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ ബില്ലിങ്ങിൻ്റെ സൈക്കിൾ കുറയും, ബില്ലിങ്ങിൻ്റെ എമൗണ്ട് കുറയും. അതെ. ഇപ്പോൾ ഫാമിലി കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇൻ എക്സസ് ആയിരിക്കും അവർ ഓർഡർ ചെയ്യുന്നത്. കാരണം അവരുടെ കൂടെ കൊച്ചു കുട്ടികളൊക്കെ കാണും. കൊച്ചു കുട്ടികളൊക്കെ മെനു കാണുമ്പോഴത്തേക്ക് അതിൽ അവർക്ക് വേണ്ടതിലും കൂടുതലൊക്കെ ഓർഡർ ചെയ്യും. അവസാനം അത് കഴിക്കില്ല, പിന്നെ ഇവർ പാഴ്സലൊക്കെ ആയിട്ട് എടുത്തിട്ട് പോകും. അതെ. അൾട്ടിമേറ്റ്ലി അവരുടെ ബില്ലിംഗ് വാല്യൂ കൂടുതലായിരിക്കും വരുന്നത്. പിന്നെ ഫാമിലി വരുമ്പോഴത്തേക്ക് ഒരു 4 to 6 to 8 മെമ്പേഴ്സൊക്കെ അറ്റ് എ ടൈം ഒരൊറ്റ ബില്ലിൽ വരും. അപ്പം ഫാമിലി ഇപ്പം ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഫാമിലി കസ്റ്റമേഴ്സിനും പ്രിഫർ ചെയ്യും. പിന്നെ ഒരു റെസ്റ്റോ കഫേ മോഡൽ ഒരു കൺസെപ്റ്റൊക്കെ ആണെങ്കിൽ അവിടെ യങ്സ്റ്റേഴ്സിനെ ആയിരിക്കും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇച്ചിരി പ്രീമിയം ആയിട്ടുള്ളിടത്താണെങ്കിൽ ഈ യങ്സ്റ്റേഴ്സ് തന്നെ പർച്ചേസിങ് പവർ കൂടുതലുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അതെ. അപ്പം ഈ ബിസിനസ് മോഡൽ എങ്ങനെയാണോ അതിനനുസരിച്ച് അത് സക്സസ്ഫുൾ ആയിരിക്കും. താങ്ക് യു സർ. സോ ഇനി എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്താണ്. സോ നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഹെൽത്തി ഫുഡ് ഓപ്ഷൻസ് ആണോ അതോ അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആണോ? ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്.